ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ PSCയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒരു മട്ടത്രികോണത്തിൻ്റെ രണ്ട് കോണുകൾ തുല്യമാണ്. തുല്യമായ കോണുകൾ എത്ര? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു മട്ടത്രികോണം നമ്മൾ ആദ്യം വരയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിന് പേര് കൊടുക്കുകയാണ്. ABC എന്ന് നമ്മൾ പേരുകൾ കൊടുത്തു. എന്നിട്ട് നമുക്കറിയാം മട്ടത്രികോണം ആയതുകൊണ്ട് തന്നെ ഇവിടെ ആംഗിൾ A ആണ് 90 ഡിഗ്രി ആയിട്ട് നമ്മൾ എടുക്കുന്നത്. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് മട്ടത്രികോണത്തിൻ്റെ മറ്റു രണ്ട് കോണുകൾ തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. അതായത് ആംഗിൾ Bയും ആംഗിൾ Cയും തുല്യമാണ്. അതായത് ആംഗിൾ A എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതുപോലെ ആംഗിൾ BCയും തുല്യമാണ്. പിന്നെ നമുക്കറിയാം ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക എന്ന് പറയുന്നത്, അതായത് ആകെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ എഴുതാം. ത്രികോണത്തിൻ്റെ ആകെ കോണുകളുടെ തുക ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന അനുസരിച്ച് നമുക്ക് ആംഗിൾ B ഈക്വൽ ടു C ആണെന്ന് നമുക്കറിയാം. അപ്പോൾ തുല്യമായ കോണുകൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? തുല്യമായ കോണുകൾ ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ 90 ഡിഗ്രി എന്ന് കിട്ടും. ക്വസ്റ്റ്യനിൽ രണ്ട് കോണുകൾ തുല്യമാണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ 90 ഡിഗ്രിയിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ തുല്യമായ കോണുകൾ എന്ന് പറയുന്നത് കോൺ C ഈക്വൽ ടു കോൺ B എന്ന് പറയുന്നത് 45 ഡിഗ്രി നമുക്ക് കിട്ടും.